ലോകത്തിൽ ആരെയും വകവെക്കത്തില്ല. സർപ്പ നക്ഷത്രമാണ്, പാമ്പിൻ്റെ നക്ഷത്രമാണ്. ശക്തമായ എതിരുണ്ടാവും, ഭരിക്കാൻ സമ്മതിക്കത്തില്ല ആൾക്കാർ. പക്ഷെ അവനെയൊക്കെ കുടഞ്ഞ് തൻ്റെ അടുത്തിൽ എറിഞ്ഞു കളയാനുള്ള ബിൽ പവർ പി ഡി സതീശ് സാറിനുണ്ട്. നല്ലവനിൽ നല്ലവനായ പി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി സാറ് കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ ജനിച്ചാണ്. പി ഡി സതീശൻ അല്ലെങ്കിൽ കുംഭം രാശി ജനിച്ച ആളെ ചതയം നക്ഷത്രത്തിൽ ജനിച്ചാൽ ഒന്ന് പറഞ്ഞാൽ അത് ഫലിപ്പിക്കാനും പ്രകടമാക്കാനും അത് സാധിപ്പിക്കാനും തൻ്റെ ഇടവും കഴിവും പ്രാപ്തിയുണ്ട്. ഇനി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ നടന്നില്ലെങ്കിൽ 1000 പേര് എതിർത്താലും അത് അവിടെ നിന്ന് ഫലിപ്പിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള ഒരു കഴിവുണ്ട്. പിന്നെ പി ഡി സതീശൻ സാറിനെന്ന് പറഞ്ഞ് പി ഡി സതീശൻ്റെ ആത്മാവ് മെർക്കുറിയാണ്, ബുധനാണ്. ബുധന് ജ്യോതിഷവും മന്ത്രവാദമൊന്നും വിശ്വാസമൊന്നുമില്ല. അതിന് ബുധനാരാ? വിദ്യകാരകൻ, അറിവിൻ്റെ കാരകൻ, ജ്ഞാനകാരകനാണ് ബുധൻ. അപ്പം ബുധനാണ് ആരാ? ആത്മാവ്. അപ്പം നല്ല കാൽക്കുലേറ്റർ, കമ്പ്യൂട്ടർ, മൊബൈൽ, ഒരു മനുഷ്യനെ കണ്ടാൽ അവൻ്റെ അടി മുതൽ എത്തിച്ച് ഫസ്റ്റ് ഇംപ്രഷൻ നോക്കി അവൻ്റെ അളന്നെടുക്കാനുള്ളൊരു കഴിവ് ആർക്കാ? സതീശൻ സാറിനുണ്ട്. ഇനി എത്ര വകുപ്പ് മന്ത്രിമാരുണ്ടോ ആ മന്ത്രിമാരെ അളക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ സതീശൻ സാറിന് ഭരിക്കാനുള്ള എല്ലാ കഴിവും തൻ്റെ ഇടവും ഉണ്ട്. പക്ഷേ പി ഡി സതീശൻ സാറിനെ ഒന്ന് മനസ്സിലാക്കണം. കണ്ട് ശനി 2ലാണ് ശനി. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ശനി 2ലാണ്. പി ഡി സതീശൻ സാറിന് ഇപ്പോൾ 7ാണ്ട ശനിയാണ്, 7 ശനിയാണ്, കുംഭക്കൂറാണ്, 7. അപ്പോൾ ശനിദോഷമുണ്ട്. അതിൻ്റെ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ശ്രദ്ധിക്കുന്നു. അത് ഇന്ന് അത് രേവതിയിലേക്ക് മാറി. ഉത്രട്ടാതി നക്ഷത്രത്തിൽ രേവതിയിലേക്ക് മാറി. ഇനി ഒരു 7-8 മാസത്തേക്ക് രേവതിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ രേവതിയിൽ ശനി നിൽക്കുന്നതുകൊണ്ട് പി ഡി സതീശൻ സാറിന് ശക്തമായ എതിരുണ്ടാവും, ഭരിക്കാൻ സമ്മതിക്കത്തില്ല ആൾക്കാർ. പക്ഷെ അവനെയൊക്കെ കുടഞ്ഞ് തൻ്റെ അടുത്തിൽ എറിഞ്ഞു കളയാനുള്ള ബിൽ പവർ പി ഡി സതീശ് സാറിനുണ്ട്, യാതൊരു സംശയമില്ല. എന്ന് പറഞ്ഞാൽ സതീശ് സാറിൻ്റെ ശരീരം ആരാ? സൺഡോൺ ശനിയാണ്. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ന്യായാധിപനും നീതിമാനും ശക്തനുമാണ് ശനി കഴിഞ്ഞിട്ട് ശനി ആരാ? ശനി ഈശ്വരൻ, ശനി അധികാരിയാണ്, രാജാവാണ്, ഭരിക്കുന്ന ആളാണ് ശനി. അതാണ് സതീശ് സാറ്, ഭരിക്കാനുള്ള എല്ലാ കഴിവും. പിന്നെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പി ഡി സതീശൻ സാറ് ഏതാണ്ട് ഒരു 1.5 വർഷം കടിച്ചു തൂങ്ങിയാൽ പിന്നെ രാജാവാണ്. ഒരു 5 വർഷത്തേക്ക് ഇന്ന് കംപ്ലീറ്റ് ഭരിക്കും. കാരണം ശനി എവിടെ പോകുമെന്നറിയാമോ? എവിടെ 3ലേക്ക് പോവുക. 3 മേടൻ രാശിയിലേക്ക് പോവുക. ചതുഷ്പലാഭം, കൃഷിലാഭം, ഭൂമിലാഭം, അധികാരപ്രാപ്തി, ഉന്നത ശ്രേണിയിലേക്ക് പോവുക. അപ്പോൾ ഒരു 1.5 വർഷം പി ഡി സതീശൻ സാർ നാക്കൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് ശരിയായി പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാമല്ലേ, നാവിൽ നിൽക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രവും പിന്നെ രേവതി അവിടെ നീചമാണ്. പിന്നെ സതീശ് സാറിന് ഇച്ചിരി വാക്ക് നീചമുണ്ട് ഈ പറഞ്ഞ. പിന്നെ സ്ത്രീകളെ കൊണ്ട് നാശം വരും, സ്ത്രീകളെ ആയിട്ട് നിർത്തണം. ഈ ജൂൺ മാസം 2026 ജൂൺ മാസം 2-ാം തീയതി ആകുമ്പോൾ വ്യാഴം മറഞ്ഞു പോവുക. കേൾക്കുന്നോ? വ്യാഴം മറഞ്ഞു പോവുകയാണ്. ഇപ്പം വ്യാഴം 5ലാണ്. പൂർവ്വ പുണ്യ സുഹൃത ഫസ്റ്റ് ഇംപ്രഷൻ ഏറ്റവും നല്ല സമയത്താണ് ഇപ്പോൾ സതീശ് സാറിന്. വ്യാഴം ഇവിടെ മിഥുനൻ രാശിയിൽ 5ൽ നിൽക്കുക. ഇനി അത് 6ലേക്ക് പോവുക. ശ്രദ്ധിക്കുന്ന 6ലേക്ക് പോവുക. അതുകൊണ്ട് സതീശ് സാറ് പിന്നെ വഴിപാട് വേണമെങ്കിൽ ഞാൻ പറയാം. ഈ വഴിപാട് കഴിച്ചാൽ ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു. മുഖ്യമന്ത്രി വെല്ലുവിളിക്കുമല്ല, മുഖ്യമന്ത്രിയുടെ രോമത്തിന് വിലയില്ല ഞാൻ, അദ്ദേഹത്തിൻ്റെ ഒരു കെട്ടിടത്തിന് വിലയില്ല ഞാൻ. അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കുമല്ല, ഞാൻ ജ്യോതിഷം പഠിച്ചൊരു എത്ര പറയാം. ഞാൻ പറയുന്ന വഴിപാട് സതീശ് സാർ ചെയ്താൽ 10 കൊല്ലം കഴിയാതെ ഇറങ്ങത്തില്ല.